ഗുഡ് മോർണിംഗ് സുഷമേ. സുഷമ നല്ല ഉറക്കത്തിലാണ്, എണീറ്റിട്ടില്ല. ഇപ്പൊ ചൊവ്വാഴ്ച നമ്മൾ ഉച്ചയ്ക്ക് 2:30-ക്കുള്ള വണ്ടി കയറി. ഇതിപ്പോ ബുധനാഴ്ച രാവിലെ 7 മണിയാണ്. ഇപ്പോൾ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഏതോ ഒരു വണ്ടി പാസ് ചെയ്യാൻ വേണ്ടി വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. നമ്മളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷനാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഡൽഹി ആഗ്ര ട്രിപ്പിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, വീട്ടിൽ നിന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പോകുന്നത് ഞാനും വൈഫും എൻ്റെ 2 മക്കളും കൂടിയിട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള ഫാമിലികൾക്കൊക്കെ പോകാനായിട്ട് നമ്മൾക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയകളൊക്കെ കിട്ടും. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ട്രെയിനിൽ പോകാനുള്ള ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യങ്ങൾ എല്ലാതും കുറേ നമുക്ക് പറ്റാവുന്ന തരത്തിലുള്ളതെല്ലാം ഇത് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എൻ്റെ മോൻ്റെ ഒരു കാര്യത്തിനും കൂടിയിട്ടാണ് നമ്മളിത് ഡൽഹി പോണത്. അപ്പോൾ നമ്മളിതിൽ ആഗ്രയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആഗ്ര താജ്മഹൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിന് പുറകെയായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. നമ്മളിപ്പോൾ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കേരളത്തിൽ നിന്നുള്ളവർക്ക് തിരുപ്പതി ഗോവിന്ദൻ, തിരുപ്പതി ഭഗവാനെ ദർശിക്കുവാനായിട്ട് നമുക്ക് ഈ ട്രെയിന് നല്ല ബെറ്ററാണ്. അതായത് കേരള എക്സ്പ്രസ്സോ അല്ലെങ്കിൽ നിസാമുദ്ദീൻ എക്സ്പ്രസ്. ഇപ്പോൾ തിരുപ്പതി എത്തിയിരിക്കുകയാണ്. കാരണം കേരള എക്സ്പ്രസ്സിൽ വരികയാണെങ്കിൽ നമുക്കത് 12:30-ക്ക് ഡെയിലി ഉള്ള വണ്ടിയാണത് കേരള എക്സ്പ്രസ്. അതാകുമ്പോൾ നമുക്ക് ഡെയിലി അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഒരു 4:30 മണിക്ക് നമുക്ക് തിരുപ്പതിയിൽ എത്താനായിട്ട് കഴിയും. പക്ഷെ നിസാമുദ്ദീൻ എന്ന് പറയുന്നത് ഡെയിലി അല്ല, അത് ഓരോ ദിവസങ്ങൾ വിട്ടിട്ടാണുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അതിനെക്കുറിച്ചിട്ട് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നിസാമുദ്ദീനും നമുക്കിതിൽ വന്നാലും നിസാമുദ്ദീൻ വരുന്ന സമയത്ത് നമുക്ക് 7:30 മണിക്കാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ട്രെയിൻ ലേറ്റ് ഒന്നുമല്ല, ഓൺ ടൈം തന്നെയാണ് നമുക്ക് ട്രെയിൻ കാണിക്കുന്നത്. ട്രെയിൻ ലേറ്റ് ഒന്നുമല്ല. നമ്മൾ തിരുപ്പതിയിൽ നിന്ന് ഏകദേശം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, വണ്ടി ഏകദേശം മൂവിങ് ആയിട്ടുണ്ട്. തിരുപ്പതിയിൽ നിന്ന് വണ്ടി മൂവിങ് ആയിട്ട് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുപ്പതിയിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ട്രെയിൻ കാണാൻ പോകുന്നത് തിരുപ്പതിയിൽ തന്നെ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ അത്ര കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല ഡബിൾ ഡെക്കറിൻ്റെ ട്രെയിൻ. പക്ഷെ തിരുപ്പതിയിൽ വെച്ചിട്ട് നമ്മളത് കണ്ടു. ഡബിൾ ഡെക്കർ നല്ല രസമുള്ള ട്രെയിനായിരുന്നു. ഇതാണ് നമ്മളിപ്പോൾ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നത് സ്ലീപ്പർ ഇല്ല, എല്ലാതും സീറ്റായിട്ടാണ് കണ്ടത്. ഞാനത് ബോഗികളിലൊക്കെ കണ്ടതെല്ലാം സീറ്റായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് കാണുന്നത്. അത് രാവിലെ അല്ല, നമ്മൾ ട്രെയിനിൽ തന്നെ പല്ലെല്ലാം തേച്ചു. കുറച്ച് പേരൊക്കെ ചെറിയ ചെറിയ ഫുഡൊക്കെയാണ് കഴിക്കുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും ചപ്പാത്തി, എന്തെങ്കിലും അച്ചാർ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ ചപ്പാത്തി ആക്കിയിട്ട് കൊണ്ടുവന്നതാണ്. അത് നമ്മൾ കൊണ്ടുവന്നതല്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി പാലക്കാട് എത്തുമ്പോൾ ഏകദേശം 9:30 മണിയായി. അപ്പോൾ എൻ്റെ ബ്രദർ നാട്ടിലാണല്ലോ, നമ്മൾ തിരുവനന്തപുരത്താണ്. അപ്പോൾ ബ്രദറും മോനും കൂടെ വന്ന് നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ രാത്രി കൊണ്ട് തന്നു 9:30 മണിക്ക്. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ നമ്മളത് കഴിച്ചു. നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നമുക്ക് പരമാവധി ഈ ട്രെയിനിലുള്ള ഭക്ഷണം ഒഴിവാക്കാം പരമാവധി. കാരണം നമുക്കിപ്പോൾ 2 ദിവസത്തെ യാത്രയൊക്കെ ആണെങ്കിൽ ലൈറ്റായിട്ടുള്ള ഫുഡുകൾ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാം. കാരണം നമുക്ക് AC കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് നമുക്കത് ഭക്ഷണം ചേർത്തിയാവില്ല. പിന്നെ പരമാവധി വെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് ക്ഷീണമൊന്നും തോന്നാറില്ല. പക്ഷെ സ്ലീപ്പറിൽ നമുക്ക് ഫാമിലി ആയിട്ടെല്ലാം വരുന്ന സമയത്ത് സ്ലീപ്പറിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നൈറ്റ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷെ പകൽ നമുക്ക് അതൊന്ന് കയറി ഇറങ്ങിയിട്ടേ ഇരിക്കും. നമുക്ക് AC-യിലാണെങ്കിൽ സുഖമായിട്ട് ഇതുപോലെ കിടന്നുറങ്ങാം. മോനൊക്കെ നല്ല ഉറക്കമാണ്. മൂത്ത മോൻ അർജുൻ നല്ല ഉറക്കമാണ്. പിന്നെ ട്രെയിനിൻ്റെ ചില അവസ്ഥകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്, കണ്ടില്ലേ? മെയിൻ്റനൻസ് എല്ലാം കുറവാണ് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ. കാരണം ബോഗികളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ നല്ല ബോഗി കിട്ടും. ചിലർക്ക് നല്ല കുറച്ച് പഴകിയ ബോഗികൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പഴകിയ ബോഗിയാണ്.
അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വിച്ചു കിടന്ന് ഉറങ്ങണു. വേറെ പിന്നെ ചീട്ടെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മളത് കളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ വണ്ടി അങ്ങനെ മൂവിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് നമുക്ക് പരമാവധി നമുക്ക് ആക്കി പിടിക്കാം. കാരണം ചപ്പാത്തി, അച്ചാറോ എന്തെങ്കിലും ഉള്ളി ആക്കിയിട്ടൊക്കെ നമുക്ക് അതുപോലെ റൈസും അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ ഒരു വൺ ഡേക്കേ പറ്റുള്ളൂ. എന്തെങ്കിലും പുളിഞ്ചോറോ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുപോകും. പിന്നെ പരമാവധി സ്നാക്സ് നിങ്ങൾ വാങ്ങിച്ച് കൈപ്പിടിക്കണം. കാരണം 2 ദിവസത്തെ യാത്രയാണ് നമുക്ക് വരുന്നത്. 2 ദിവസത്തെ എന്ന് പറയുമ്പോൾ 2 രാത്രി കറക്റ്റ് 2 പകൽ. അങ്ങനെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് 49 മണിക്കൂറാണ് അവർ കാണിക്കുന്നത്. ഇതെല്ലാം പോണ വഴിക്കുള്ള വലിയൊരു നദി. വലിയൊരു നദി എന്ന് പറഞ്ഞാൽ കൃഷ്ണ എന്തോ എന്നാണ് അവിടെ കാണിച്ചത്. അതുപോലെ തന്നെ നല്ല ബ്രിഡ്ജ്, വലിയ ബ്രിഡ്ജ് നദിയായിട്ട് നല്ല ഏരിയ ഉണ്ട് ആ പുഴ. നമ്മുടെ ഇവിടെ ഭാരതപ്പുഴയൊക്കെ ഇങ്ങനെ കണ്ടിരിക്കും. പക്ഷെ ഭാരതപ്പുഴയൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 3-4 ഇരട്ടി കൂടുതലാണ്. അത്രയും വലിപ്പമുണ്ട്, ആഴമുണ്ട്. പാലത്തിൻ്റെ ഒക്കെ ഹൈറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മുടെ വീഡിയോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ഓരോ വീഡിയോകൾ നമ്മുടെ ഇനിയിപ്പോൾ വരുന്നതെല്ലാം ഡൽഹി ആഗ്രയിലെ ഓരോ വീഡിയോകളാണ്. ഇപ്പോൾ ചെറിയ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ പോകുന്നവർക്കൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ അടിക്കുമ്പോൾ നമ്മുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. നമുക്ക് പിന്നെ സബ്സ്ക്രൈബറൊന്നും ആയിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ടത്തുള്ളൂ. പാലം കഴിഞ്ഞിട്ടില്ല. ശരിക്കും ഒരു 10 മിനിറ്റ് പാലത്തിൽ കൂടെ തന്നെ യാത്ര ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം സ്പീഡായിട്ട് വണ്ടി പോകുന്നുമില്ല. ഒരു മീഡിയം ഒരു സ്പീഡിലാണ് വണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് രാത്രി ഉറക്കങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കിട്ടും. കാരണം നമുക്കൊരു ഫുഡെല്ലാം കഴിച്ച് ഒരു 9-9:30 മണിക്ക് കിടന്നുറങ്ങിയാൽ ഇടയിൽ അങ്ങനെ എണീക്കത്തൊന്നുമില്ല. ഞങ്ങളൊന്നും എണീറ്റൊന്നുമില്ല. രാവിലെ ഒരു 5-6 മണിയാകുമ്പോഴാണ് നമ്മളൊക്കെ ഉണർന്നത്. വലിയ ക്ഷീണമായിട്ടും നമുക്ക് തോന്നില്ല. കാരണം AC കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വലിയ ക്ഷീണമായിട്ടും തോന്നുന്നില്ല. AC കമ്പാർട്ട്മെന്റ് നമുക്ക് 3rd AC എടുക്കുന്ന സമയത്ത് ഒരാൾക്ക് വരുന്നത് ഒരു 2500 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. പിന്നെ ഇന്ന് നമ്മൾ ഫുഡ് നമ്മളത് ഓർഡർ ചെയ്തതാണ്. കാരണം ഈ കംഫർട്ട് ടിക്കറ്റ് തന്നെ നമുക്ക് ഫുഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഈ റണ്ണിങ് സ്റ്റാറ്റസ് തന്നെ കാണും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ അടുത്ത സ്റ്റേഷനിൽ നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ടൈമിനനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് നമ്മളത് വരും. അപ്പോൾ ആ സ്റ്റേഷൻ ഇതിപ്പോൾ വിജയവാഡ സ്റ്റേഷനിലെത്തി. ഏകദേശം തിരുപ്പതി കഴിഞ്ഞ് വിജയവാഡ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഫുഡ് നമുക്കത് കറക്റ്റ് വന്നത്. അത് പുറമെ എന്താ നമ്മുടെ PNR സ്റ്റാറ്റസ് അടിച്ച് കൊടുത്താൽ നമ്മുടെ ബോഗിക്ക് നമ്മുടെ സീറ്റിൽ കൊണ്ട് അവർ നമുക്ക് ഫുഡ് തരും. ഇപ്പോൾ കണ്ടില്ല, റൈസ്, തൈര്, ഒരു ദാല് കറി, അതാണ് അതിൻ്റെ ഫുഡ്. റേറ്റ് ഒന്നും ഞാനത് പറയുന്നില്ല. റേറ്റ് നമുക്ക് പരമാവധി